Good morning, boys and girls. യൂണിറ്റ് 3 ഗ്ലിംസസ് ഓഫ് നേച്ചർ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ മൂന്നാമത്തെ യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് നേച്ചർ എന്ന യൂണിറ്റാണ്. ഈ ഭാഗം 3 ഭാഗങ്ങളുണ്ട്. ദ യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് നേച്ചർ includes a poem, The Mountain and the Squirrel, written by റാൽഫ് വാൽഡോ എമേഴ്സൺ, ആൻഡ് 2 prose pieces, 2 പ്രോസിൻ്റെ ഭാഗങ്ങളുമുണ്ട്. ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് എർത്ത് ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്നൊരു ഭാഗവും, അതേപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ദി ബുക്ക് ഓഫ് നേച്ചർ എന്നൊരു പ്രോസുമാണുള്ളത്. ഇനി നോക്കിക്കേ. Look at your palm. Are all your fingers equal in size? നിങ്ങളുടെ കൈ ഒന്ന് നോക്കിക്കേ. എല്ലാ വിരലുകൾക്കും ഒരേ വലിപ്പമാണോ ഉള്ളത്? കയ്യിലുള്ള വിരലുകൾ ഏതൊക്കെയാണ്? തം, ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ, റിംഗ് ഫിംഗർ, ലിറ്റിൽ ഫിംഗർ. വിച്ച് ഈസ് ദി ഷോർട്ടസ്റ്റ് ഫിംഗർ? ദ ലിറ്റിൽ ഫിംഗർ. ഓക്കെ, വെരി ഗുഡ്. ദ ഫിംഗേഴ്സ് ഡിഫർ ഇൻ സൈസ്. എല്ലാ വിരലുകൾക്കും പല വലുപ്പമാണുള്ളത് അല്ലേ? പക്ഷേ ഈച്ച് ഫിംഗർ ഹാസ് ഇറ്റ്സ് ഓൺ ഫങ്ഷൻ. ഓരോ വിരലിനും അതിൻ്റേതായ ധർമ്മം ഉണ്ട്. അപ്പം ഇന്നത്തെ കവിതയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ മെസ്സേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കവിതയാണ്. താഴെ നിങ്ങൾ നോക്കിക്കേ. ഓൾ ദ ബെസ്റ്റ്. ഒരു ടീം അവസാനം അവരെ ഒന്നിച്ച് ജയിക്കുകയാണ്. അവിടെ ഏത് പ്ലെയറാണ് സുപ്പീരിയർ? അല്ലെങ്കിൽ ഏത് കളിക്കാരനാണ് വളരെ പ്രധാനപ്പെട്ടത്? അങ്ങനെ പ്രധാനപ്പെട്ടതായിട്ട് പ്രത്യേകിച്ച് ഒരു കളിക്കാരനില്ല. ഈച്ച് പ്ലെയർ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു വിൻ ദ മാച്ച്. ആ മാച്ച് ജയിക്കാൻ ഓരോ കളിക്കാരനും വളരെ പ്രധാനപ്പെട്ടതാണ്. നോബഡി ഈസ് സുപ്പീരിയർ ഓർ ഇൻഫീരിയർ. ആരും ചെറുതുമല്ല വലുതുമല്ല. ശരിയല്ലേ? ഓക്കെ, നമുക്ക് 5 വിരലുകളും ആവശ്യമുണ്ടോ? യെസ്, ഓൾ ദ 5 ഫിംഗേഴ്സ് ആർ നെസസറി ഫോർ അസ്. നമുക്ക് ഈ 5 വിരലും അത്യാവശ്യമാണ്. അതേപോലെ ഡു യു തിങ്ക് എനി ഫിംഗർ ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ദി അതേഴ്സ്? ഏതെങ്കിലും ഒരു വിരൽ മറ്റു വിരലുകളൊക്കെ പ്രാധാന്യം കുറഞ്ഞതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, നോ, അങ്ങനെയൊന്നുമില്ല അല്ലേ? വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് എനി വൺ ഓഫ് യുവർ ഫിംഗർ ഈസ് മിസ്സിങ്? ഓക്കെ, നമ്മുടെ കൈ വിരലുകളിൽ ഏതെങ്കിലും ഒരു വിരൽ നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക? നമ്മൾക്ക് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു ഡു സർട്ടൻ വർക്ക്സ്. ചില പ്രത്യേക ജോലികൾ ചെയ്യാൻ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. ഡു യു തിങ്ക് എനിത്തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ്? ഈ ലോകത്തിലുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ ഏതിനെങ്കിലും പ്രാധാന്യം കുറഞ്ഞതാണെന്ന് അല്ലെങ്കിൽ പ്രാധാന്യം കുറവാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ? നെവർ. ഐ ഡോണ്ട് തിങ്ക് സോ. എവറിത്തിങ് ഇൻ ദ വേൾഡ് ഹാസ് ഇറ്റ്സ് ഓൺ റോൾ ടു ഡു. ലോകത്തിലുള്ള ചെറുതായാലും വലുതാണേലും എല്ലാത്തിനും അതിൻ്റേതായ ഒരു പങ്ക്, ഒരു റോള് ചെയ്യാനുണ്ട്. ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ആദ്യം ഹെഡിങ് എഴുതുക. അതിനുശേഷം ഈ പിക്ചർ നോട്ട്ബുക്കിൽ വരയ്ക്കുക. എല്ലാവരും കവിത എടുത്തേ. ദി മൗണ്ടൻ ആൻഡ് ദ സ്ക്വിറൽ ഹാഡ് എ ക്വാറൽ. സോ ഇൻ ദ ബിഗിനിങ് ഓഫ് ദി പോയം വി ക്യാൻ സീ എ ക്വാറൽ. ഒരു ഫൈറ്റാണ് നടക്കുന്നത്. ആരൊക്കെ തമ്മിലാണ് ഒരു വഴക്ക്? ദ മൗണ്ടൻ ആൻഡ് ദ സ്ക്വിറൽ. ദർ ഈസ് എ ഫൈറ്റ് ബിറ്റ്വീൻ ദ മൗണ്ടൻ ആൻഡ് ദ സ്ക്വിറൽ. അണ്ണാനും പർവ്വതവും തമ്മിലൊരു ചെറിയ വഴക്ക്. എന്താ കാര്യം? ആൻഡ് ദി ഫോമർ കോൾഡ് ദി ലാറ്റർ ലിറ്റിൽ പ്രിഗ്. എന്താണ് കാര്യം? പർവ്വതം അണ്ണാനെ അഹങ്കാരി എന്ന് വിളിച്ചു. അണ്ണാനാകെ ദേഷ്യം വന്നു. ഓക്കെ, വാട്ട് മെയ്ഡ് ദ സ്ക്വിറൽ ആംഗ്രി? എന്തുകൊണ്ടാണ് അണ്ണാന് ദേഷ്യം വന്നത്? ദി മൗണ്ടൻ കോൾഡ് ദ സ്ക്വിറൽ ലിറ്റിൽ പ്രിഗ്. ദിസ് മെയ്ഡ് ദ സ്ക്വിറൽ ആംഗ്രി. അപ്പോൾ അണ്ണാനെ അഹങ്കാരി എന്ന് വിളിച്ചതുകൊണ്ട്
അണ്ണാന് ദേഷ്യം വന്നു. ആരാണ് അഹങ്കാരി എന്ന് വിളിച്ചത്? ലിറ്റിൽ പ്രിഗ് എന്ന് വിളിച്ചത്? മൗണ്ടൻ. ഇനി നോക്കിക്കേ, അണ്ണാൻ്റെ മറുപടി നോക്കൂ. ബൺ റിപ്ലൈഡ്, യു ആർ ഡൗട്ട്ലെസ് വെരി ബിഗ്. അണ്ണാൻ പറയുകയാണ്, പർവ്വതമേ, ഒരു സംശയമില്ല, നീ വളരെ വലുതാണ്. പക്ഷെ നീ ഓർക്കണം. എന്താ ഓർക്കേണ്ടത്? ബട്ട് ഓൾ സോർട്സ് ഓഫ് തിങ്സ് ആൻഡ് വെദർ മസ്റ്റ് ബി ടേക്കൺ ഇൻ ടുഗെദർ ടു മേക്ക് അപ്പ് എ ഇയർ ആൻഡ് എ സ്പിയർ. നോക്കിക്കേ, ഒരു മാസത്തിൽ 12 മാസം, ഒരു വർഷത്തിൽ എത്ര മാസങ്ങളാണുള്ളത്? 12 മാസങ്ങളാണ് ഒരു വർഷത്തിലുള്ളത്. ജനുവരി മാത്രം വിചാരിച്ചാൽ ഒരു വർഷമാകുമോ? അല്ലെങ്കിൽ മാർച്ച് മാത്രം വിചാരിച്ചാൽ ഒരു വർഷം ആകുമോ? ഇല്ല. എല്ലാ 12 മാസങ്ങളും ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഒരു വർഷവും ഉണ്ടാവുകയുള്ളൂ. അതേപോലെ മഴക്കാലവും വേനൽക്കാലവും ശൈത്യകാലവും ഒക്കെ വന്നു കഴിയുമ്പോഴാണ് ഒരു സീസൺ ഉണ്ടാവുന്നത്, അല്ലേ? അപ്പം ഇവിടെ അണ്ണാന് ദേഷ്യം വന്നു. ഇനി അണ്ണാൻ പറയാണ്, പ്രകൃതിയിലെ എല്ലാ വസ്തുക്കൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. ബട്ട് ഓൾ സോർട്സ് ഓഫ് തിങ്സ്, തൻ്റെ വലുപ്പക്കുറവിൽ എനിക്ക് നാണക്കേടൊന്നും ഇല്ല. ഡിസ്ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഷെയിം, മാനക്കേട്. ടു ഓക്കുപ്പൈ മൈ പ്ലേസ്, ഈ ഭൂമിയിൽ എനിക്കൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം അല്ലെങ്കിൽ ഈ ഭൂമിയിൽ, ഈ വിശാലമായ ലോകത്ത് എനിക്ക് എൻ്റെ ഒരു സ്ഥാനം, എൻ്റെ ഒരു റോൾ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു മാനക്കേടുമില്ല. എല്ലാം കൂടെ വന്നു കഴിഞ്ഞാലേ പൂർണ്ണമാവുകയുള്ളൂ. ഞാനില്ലാത്ത ഈ ലോകം അപൂർണമാണ് എന്ന സത്യം ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ചെറിയ അണ്ണാൻ കുഞ്ഞ്. അപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദിസ് വേൾഡ് ഈസ് പെർഫെക്റ്റ് ഓർ കംപ്ലീറ്റ് ഒൺലി വിത്ത് മീ. അല്ലേ? ഞാനില്ലാത്ത ഈ ലോകം അപൂർണമാണ്. എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഞാനില്ലാത്ത ഈ ലോകം അപൂർണമാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇഫ് ഐ ആം നോട്ട് സോ ലാർജ് ആസ് യു. അണ്ണാൻ പറയുകയാണ്, സ്ക്വിറൽ ടെല്ലിങ്. എന്താ പറയുന്നത്? സ്ക്വിറൽ സെയ്സ് ദാറ്റ് ഐ ആം നോട്ട് സോ ലാർജ് ആസ് യു. ഞാൻ നിന്നെപ്പോലെ വളരെ വലുതല്ല. യു ആർ നോട്ട് സോ സ്മോൾ ആസ് ഐ. നീ എന്നെപ്പോലെ വളരെ ചെറുതും അല്ല. എങ്കിൽ കൂടിയും ആൻഡ് നോട്ട് ഹാവ് സോ സ്പ്രൈ. എന്താ സ്പ്രൈ എന്ന് പറഞ്ഞാൽ? എനർജറ്റിക്, ആക്റ്റീവ്, നല്ല ചുറുചുറുക്കുള്ള, ഉത്സാഹത്തോടെ. അണ്ണാൻ പറയുകയാണ്, തന്നെപ്പോലെ ചുറുചുറുക്കോടെ പെരുമാറാൻ പർവ്വതത്തിന് കഴിയില്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് പർവ്വതത്തിനെ. ഐ വിൽ നോട്ട് ഡിനൈ യു മേക്ക് എ വെരി പ്രെറ്റി സ്ക്വിറൽ ട്രാക്ക്. എന്നിട്ട് അണ്ണാൻ പറയുകയാണ്, തന്നെ പോലെ ചെറുതായിരിക്കാനോ ചുറുചുറുക്കോടെ പെരുമാറാനോ പർവ്വതത്തിൽ കഴിയില്ലല്ലോ എന്ന് പർവ്വതത്തെ ഓർമ്മിപ്പിക്കുകയാണ് അണ്ണാൻ. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, എങ്കിലും പർവ്വതത്തിലൂടെ കടന്നു പോകാൻ വഴി തന്നതിൽ അവൻ പർവ്വതത്തോട് നന്ദിയും പറയുകയാണ്. ടാലൻസ് ഡിഫർ, അല്ലേ? കഴിവുകൾ വിഭിന്നമാണ്. ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളെയും, വൈസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിപൂർവം, അല്ലേ? വസ്തുക്കളെയും കൃത്യമായും ബുദ്ധിപൂർവവുമായാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് കഴിവുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് പർവ്വതത്തോട് നമ്മുടെ കൊച്ചു അണ്ണാൻ. എന്നിട്ട് എന്താ അവസാനം പറയുന്നത്? ഇഫ് ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റ് ഓൺ മൈ ബാക്ക് നെയ്തർ ക്യാൻ യു ക്രാക്ക് എ നട്ട്. പർവ്വതത്തിന് ഒരു ചെറിയ ഫലം അല്ലെങ്കിൽ ഒരു നട്ടില്ലേ, നട്ട്സൊക്കെ പൊട്ടിക്കാൻ പർവ്വതത്തിന് കഴിയില്ല. പർവ്വതത്തിന് എന്തിനു പറ്റും? ഒരു വലിയ കാട് തൻ്റെ ചുമലിൽ വഹിക്കാൻ പർവ്വതത്തിന് പറ്റും. പക്ഷേ ഒരു ചെറിയൊരു നട്ട് പൊട്ടിക്കാൻ പർവ്വതത്തിന് കഴിയില്ലല്ലോ എന്ന് ആരഭിപ്രായപ്പെടുകയാണ്? സ്ക്വിറൽ അഭിപ്രായപ്പെടുകയാണ്. ഇവിടെ ടാലൻസ് ഡിഫർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, കഴിവുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? The poet means that the talent of a person is different from the talent of another person.
ഒരു വ്യക്തിയുടെ കഴിവ് പോലെയല്ല മറ്റേ വ്യക്തിയുടെ കഴിവ്, അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കഴിവുകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവസാനം ഈ വഴക്ക് എങ്ങനെയാണ് ഒരു കോംപ്രമൈസിൽ എത്തിത്തീർന്നത്? ഹൗ ഡിഡ് ദ മൗണ്ടൻ ആൻഡ് ദ സ്ക്വിറൽ സെറ്റിൽ ദിയർ ആർഗ്യുമെൻറ്റ്? എങ്ങനെയാണ് അവർ രണ്ടുപേരും അവരുടെ വാദങ്ങൾ അവസാനിപ്പിക്കുന്നത്, തർക്കം അവസാനിപ്പിക്കുന്നത്? They came to the conclusion that nothing in the world is less important. ഈ ലോകത്തിൽ ഒന്നും പ്രാധാന്യം കുറഞ്ഞതായിട്ടില്ല, എല്ലാത്തിനും തുല്യ പ്രാധാന്യമാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ വാദങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ദി മൗണ്ടൻ ആൻഡ് ദി സ്ക്വിറൽ എന്ന കവിത എഴുതിയതാരാണ്? റാൽഫ് വാൽഡോ എമേഴ്സൺ. He was an American philosopher, essayist and poet. He was born and brought up in Boston. അപ്പോൾ അത്രയും കാര്യങ്ങൾ കവിയെപ്പറ്റി നിങ്ങൾ ഓർത്തിരിക്കുക. പ്രിയ കുട്ടികളെ, നമുക്ക് പാഠഭാഗത്തെ വേർഡ്സും മീനിങ്സും നോക്കാം. ദി ഫോമർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളിൽ ആദ്യത്തേതിനെ സൂചിപ്പിക്കാനാണ് ദി ഫോമർ എന്ന് നമ്മൾ ഉപയോഗിക്കുക. ലാറ്റർ എന്ന് പറയുന്നത് രണ്ടാമത്തേത്. പ്രിഗ്, പ്രൗഡ്, അഹങ്കാരിയായ. സ്ഫിയർ, ഗ്ലോബ്, എർത്ത്, ഭൂമി. ഡിസ്ഗ്രേസ്, ഷെയിം, നാണക്കേട്. ഒക്കുപ്പൈ, പൊസസ്, കൈവശപ്പെടുത്തുക, സ്വന്തമായി വയ്ക്കുക എന്നൊക്കെ അർത്ഥം. സ്പ്രൈ, ആക്റ്റീവ്, ചുറുചുറുക്കുള്ള, ഉത്സാഹിയായ എന്നൊക്കെ അർത്ഥം. ഡിനൈ, ടു റെഫ്യൂസ്, നിരസിക്കുക. ടാലൻറ്റ്, എബിലിറ്റി, കഴിവ് എന്നൊക്കെ അർത്ഥം. ക്രാക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്, പൊട്ടിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് മെയ്ഡ് ദി സ്ക്വിറൽ ആംഗ്രി? അണ്ണാനെ കോപിഷ്ഠനാക്കിയത് എന്താണ്? ദി മൗണ്ടൻ കോൾഡ് ദി സ്ക്വിറൽ ലിറ്റിൽ പ്രിഗ്. അണ്ണാനെ അഹങ്കാരി എന്ന് വിളിച്ചു. ദിസ് മെയ്ഡ് ഹിം ആംഗ്രി. അതുകൊണ്ടാണ് അണ്ണാന് ദേഷ്യം വന്നത്. The squirrel speaks of spear. What does it mean? സ്ക്വിറൽ എന്ത് വരുന്നുണ്ട്? ഒരു സ്പിയറിനെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ സ്പിയർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എർത്ത്, ഭൂമി. ഹിയർ ദി സ്പിയർ മീൻസ് ദി എർത്ത്. ഭൂമി എന്നാണ് സ്പിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടാലൻസ് ഡിഫർ. വാട്ട് ഡസ് ദി പോയറ്റ് മീൻ ബൈ ദിസ് എക്സ്പ്രഷൻ? ടാലൻസ് ഡിഫർ മീൻസ് ദാറ്റ് ഈച്ച് പേഴ്സൺ ഹാസ് ഹിസ് ഓൺ എബിലിറ്റീസ്. ഓരോ വ്യക്തിക്കും അവൻ്റേതായ കഴിവുകളുണ്ട്. ദേ വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ കഴിവുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഹൗ ഡിഡ് ദ മൗണ്ടൻ ആൻഡ് ദ സ്ക്വിറൽ സെറ്റിൽ ദിയർ ആർഗ്യുമെൻറ്റ്? അവരുടെ തർക്കം അവരെങ്ങനെയാണ് പരിഹരിച്ചത്? They settled their arguments by coming to a conclusion. അവർ അവസാനം ഒരു നിഗമനത്തിലെത്തി. എന്താണ് നിഗമനം? ദാറ്റ് ഇഫ് ദ സ്ക്വിറൽ കനോട്ട് ക്യാരി ഫോറസ്റ്റ് ഓൺ ഹിസ് ബാക്ക്, അതായത് അണ്ണാന് ഒരു കാടൊന്നും തൻ്റെ മുതുകിൽ വഹിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ദി മൗണ്ടൻ നെയ്തർ ക്യാൻ ദി മൗണ്ടൻ ക്രാക്ക് എ നട്ട്. പർവ്വതത്തിന് എന്തിനു കഴിയില്ല? ഒരു ചെറിയ നട്ട്, അല്ലെ കാഷ്യൂ നട്ടൊക്കെ, ഒരു ചെറിയ മണികളൊന്നും പൊട്ടിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു? അവരുടെ തർക്കം അവർ പരിഹരിച്ചു, സോൾവ് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കിക്കേ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് മാച്ച് വിത്ത് ദ തീം ഓഫ് ദി പോയം? നമ്മുടെ കവിതയുടെ തീമുമായിട്ട് ബന്ധമില്ലാത്ത ഭാഗം ഏതാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. എവറി ക്രീച്ചർ ഇൻ ദ വേൾഡ്, ബിഗ് ഓർ സ്മോൾ, ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. ലോകത്തിലുള്ള ചെറുതും വലുതുമായ എല്ലാ ജീവിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ, ഈച്ച് പേഴ്സൺ ഹാസ് ഹിസ് ഓർ ഹെർ ഓൺ ഇൻഡിവിജ്വൽ ടാലൻസ്. ഓരോ വ്യക്തിക്കും അവൻ്റേതായ കഴിവുകൾ ഉണ്ട്. എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് ഹാസ് എ റോൾ ഓഫ് ഇറ്റ്സ് ഓൺ. നത്തിങ് ഈസ് ഗ്രേറ്റർ ഓർ ലെസ് ദാൻ എനി അതർ. ഓരോന്നിനും ഓരോ പങ്കാണ് ലോകത്ത് വഹിക്കാനുള്ളത്. ഒന്നും ചെറുതുമല്ല വലുതുമല്ല. ദ മൗണ്ടൻ റിക്വസ്റ്റ് ഫോർ ദ സ്ക്വിറൽസ് ഹെൽപ്പ്. അവസാനം മൗണ്ടൻ
സ്ക്വിറലിൻ്റെ സഹായത്തിനായിട്ട് യാചിക്കുന്നു. ഇതിലേതാണ് നമ്മുടെ കവിതയുടെ തീമുമായി ബന്ധമില്ലാത്തത്? ദ മൗണ്ടൻ റിക്വസ്റ്റ് ഫോർ ദ സ്ക്വിറൽസ് ഹെൽപ്പ്. നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി നമ്പർ 1. Fill in the columns with appropriate expressions given in the brackets. ബ്രാക്കറ്റിൽ വെരി ബിഗ്, സ്മോൾ, ക്യാൻ ക്യാരി, ഫോറസ്റ്റ് ഓൺ ദ ബാക്ക്, ക്യാൻ ക്രാക്ക് എ നട്ട് എന്നൊക്കെ കാണാം. പിന്നെ സ്ക്വിറലിൻ്റെ താഴെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? സ്ക്വിറൽ സ്മോൾ ആണ്, ക്രാക്ക് എ നട്ട്, ഇറ്റ് ക്യാൻ ക്രാക്ക് എ നട്ട്. മൗണ്ടനോ വെരി ബിഗ്, ക്യാൻ ക്യാരി ഫോറസ്റ്റ് ഓൺ ഇറ്റ്സ് ബാക്ക്. ആക്ടിവിറ്റി നമ്പർ 2 നമ്മൾക്കെല്ലാം പരിചയമുള്ളതാണ്. റൈമിംഗ് വേർഡ്സ് കണ്ടെത്തുക. കവിതയിലുള്ള റൈമിംഗ് വേർഡ്സ് എന്തൊക്കെയാണ്? സ്ക്വിറൽ, ക്വാറൽ, പ്രിഗ്, ബിഗ്, ഇയർ, സ്പിയർ, ഡിസ്ഗ്രേസ്, പ്ലേസ്, പുട്ട്, നട്ട്. ഇനി ആക്ടിവിറ്റി നമ്പർ 3. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദി പോം. ദി മൗണ്ടൻ ആൻഡ് ദ സ്ക്വിറൽ ഹാഡ് എ ക്വാറൽ and the former called the latter little prig. ലാസ്റ്റ് പാർട്ട് ഒന്ന് ശ്രദ്ധിച്ചേ, latter little prig. ഓളിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളിലെ ആദ്യ വ്യഞ്ജനാക്ഷരങ്ങളുടെ ആവർത്തനമാണ്. ഇവിടെ ഏതാണ് ആവർത്തിച്ചത്? എൽ എന്ന സൗണ്ട്, ലാറ്റർ, ലിറ്റിൽ. ഇനി അതുപോലെ വരുന്ന വാക്കുകൾ നമ്മൾ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അതാണ് വെൽ, വൈസ്ലി, കനോട്ട്, ക്യാരി, ക്യാൻ, ക്രാക്ക്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കിക്കേ, നമ്പർ 4. ആക്ടിവിറ്റി നമ്പർ 4 എന്താണ് അവിടെ? റൈറ്റ് ദ സമ്മറി ഓഫ് ദി പോം ചൂസിങ് റെലവൻറ്റ് സെൻറ്റൻസസ് ഫ്രം ദോസ് ഗിവൺ ബിലോ. താഴെ ജംബിൾഡ് ഓർഡറിൽ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഓർഡറിലാക്കി ഒരു പാരഗ്രാഫാക്കി എഴുതുക. The mountain and the squirrel begin a quarrel with each other. They quarrel because the mountain feels that it is more important. The squirrel says that he is quicker than the mountain. The mountain carries the forest on his back. The squirrel is grateful to the mountain for giving him a path to move along. The poem tells us that everyone has his or her own talent and hence has a contribution to make. അടുത്തതായിട്ടൊരു മോഡൽ ക്വസ്റ്റ്യനാണ്, നമ്മൾക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു ചോദ്യമാണ്. ഒരു സ്പീച്ച്. ദി പോം മൗണ്ടൻ ആൻഡ് ദ സ്ക്വിറൽ കൺവേസ് ദ മെസ്സേജ് ദാറ്റ് നത്തിങ് ഇൻ ദ വേൾഡ് ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ്. പ്രിപ്പയർ എ സ്പീച്ച് ടു ബി ഡെലിവേർഡ് ഇൻ ദ മോർണിംഗ് സ്കൂൾ അസംബ്ലി. നമ്മുടെ അസംബ്ലിയിൽ തയ്യാറാക്കാൻ പാകത്തിനൊരു സ്പീച്ചാണ്. Respected headmaster, teachers and my dear friends, I am standing before you to say a few words about our abilities. Nature has blessed us with so many talents and abilities. Our talents and abilities differ. Nothing is superior or inferior to the other. Every creature in the world, big or small, has got some significance. Let us use our talents and abilities, whatever it may be, for the good of all things in the world, both livings and non-livings. Let us accept and honor the talents and abilities of others too. Let me conclude my words. Thank you all. Thank you.